ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗോതമ്പ് കൊണ്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ. ഗോതമ്പ് പിടി എന്നൊക്കെയാണ് കേട്ടോ ഇവിടേക്ക് ഇതിന് പറയാം. നമ്മുടെ അവിടെ കോഴിക്കോടേക്ക് അങ്ങനെ കൂടുതലായിട്ട് ഇത് ഉണ്ടാക്കി കണ്ടിട്ടില്ലേ. ഇവിടെ മലപ്പുറത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ അധികം ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഗോതമ്പ് പിടി. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന മാതിരി തന്നെയാണ് കേട്ടോ മാവ് കുഴയ്ക്കുന്നത്. കുറച്ച് ഉപ്പൊന്ന് കുറയ്ക്കാണ്. നമ്മളിതിൽ ശർക്കരയും തേങ്ങയാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് ലൂസാക്കൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോൾ ഒന്ന് നന്നായിട്ട് മയത്തിൽ കുഴച്ചെടുത്താൽ മതി. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അങ്ങനെ കുഴച്ചെടുക്കാൻ കേട്ടോ. എന്നിട്ട് ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് ശർക്കരയാണ് കേട്ടോ. അതിന് ശർക്കര ഒന്ന് ആദ്യം ഉരുക്കിയെടുക്കുന്നുണ്ട്. ഒരു 4-5 ശർക്കരയാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ ആവശ്യത്തിന് എത്രയാണോ നമ്മൾ ഗോതമ്പ് ഉപയോഗിച്ചത് അതിനനുസരിച്ചാണ് കേട്ടോ ശർക്കര മധുരമൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മൾ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ഗോതമ്പ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് കട്ട പിടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും അത് നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒക്കെ വേറിട്ട് നിന്നോളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. ഈ ഗോതമ്പത്തിൻ്റെ ഉണ്ടകൾ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാൻ കേട്ടോ. കുറേശ്ശെ അങ്ങനെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് വെള്ളമൊന്നും വയ്ക്കേണ്ട കേട്ടോ. നമ്മളിതിലേക്ക് ശർക്കര പാനി കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം വെച്ചാൽ മതി. അപ്പോൾ ഇതേ നമ്മൾ മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിലാണ് കേട്ടോ അപ്പം വെള്ളം നിൽക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒന്ന് അരിച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതിൻ്റെ മേലെ മാത്രം ഒഴിച്ച് കൊടുത്താലും മതി. ഇത് നല്ല കരടൊന്നും ഇല്ലാത്ത ശർക്കര പാനി ആയതുകൊണ്ട് ഞാൻ അരിക്കാതെ തന്നെ മേലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. അടിഭാഗം അതിലേക്ക് ഒഴിക്കുന്നില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ശർക്കരയിൽ കിടന്ന് ആ ഉണ്ടയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വേവണം. ഒരുപാട് വേവൊന്നുമില്ല കേട്ടോ. നമ്മൾ അടച്ച് വെക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മൾ ശർക്കര പാനി ഒഴിച്ചപ്പോൾ ഇനി മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ശർക്കരയാണെങ്കിൽ ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്താലും മതി. ഇതിപ്പം ശർക്കരയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ ഇതിലേക്ക് ഇനി കൂടുതൽ മധുരമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതൊക്കെ വെന്ത് പാകമായിട്ട് നമ്മൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചിങ്ങനെ വെള്ളം കൂടിയ പോലെ തോന്നുകയാണെങ്കിൽ ഒരു സ്പൂൺ ഗോതമ്പപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ടിയായി കിട്ടും. ചക്കരയ്ക്ക് സഞ്ജുവിനൊക്കെ കുറച്ച് കട്ടിയായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരൊറ്റ സ്പൂണ് ഗോതമ്പൊടി അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ ഗോതമ്പപ്പൊടി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങയ്ക്ക് അങ്ങനെ ഒരുപാട് അളവൊന്നുമില്ല കേട്ടോ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഞാനൊരു തേങ്ങ ചേർത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ കൂടുതലുണ്ടാകുമ്പോൾ നമുക്കത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. തേങ്ങാപ്പാലൊന്നും ഒഴിക്കണമെന്നില്ല. ഞാനിങ്ങനെ തേങ്ങ അങ്ങനെയാണ് കേട്ടോ ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ആ തേങ്ങ അങ്ങനെ അതിൻ്റെ കൂടെ കടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മുടെ ഗോതമ്പ് പിടി റെഡി ആയിട്ടുണ്ട്. തീ ഓഫാക്കിയ ശേഷം നമ്മളൊരു സ്പൂണ് നെയ്യ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നെയ്യ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം നെയ്യ് കൂടി ആകുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി ആകുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ ചിലവരിതിൽ ഏലക്കായ ജീരകം ഒക്കെ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാനതൊന്നും ചേർക്കത്തില്ല. എനിക്ക് അതിൻ്റെ ചൊയൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ഗോതമ്പ് പിടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ടോടെ ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.